ശാരീരികമായ ആരോഗ്യത്തിനും അതുപോലെ തന്നെ മാനസികമായ ഉല്ലാസത്തിനും കൃഷി അത്യന്താപേക്ഷിതമായ ഒരു ഘടകം തന്നെയാണ്. ഇപ്പോൾ കൃഷിയുള്ള വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടായിരിക്കുകയില്ല. പണ്ടുള്ളവരൊക്കെ പറയാറുണ്ട്, ഭർത്താവ് തൂമ്പ എടുക്കുമ്പോൾ ഭാര്യ എന്തെടുക്കണം, കൊട്ടയെടുക്കണമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ വീട്ടിൽ നമുക്ക് സമൃദ്ധി ഉണ്ടാവുകയുള്ളൂ. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നവംബർ മാസത്തിലെ കൃഷിയാണ്. ഇപ്പം ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അത്യന്താപേക്ഷിതമായ ഒരു 10 തരം പച്ചക്കറിയെങ്കിലും നമ്മൾ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ നവംബർ മാസത്തിൽ നമുക്ക് എന്തെല്ലാം നട്ടുപിടിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ളതായ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഫേസ്ബുക്കിൽ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം കാണും, വിത്തുകൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisslifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല ഇനം വിത്തുകളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ശീതകാല പച്ചക്കറികളായ കോളിഫ്ലവർ, ക്യാബേജ്, ബ്രൊക്കോളി, ലെറ്റ്യൂസ്, ചൈനീസ് ക്യാബേജ് ഇങ്ങനെയുള്ളതായ ഐറ്റങ്ങളൊക്കെ നടാൻ പറ്റിയ സമയമാണ് നവംബർ മാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും നടാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സംഗതികളൊക്കെ നടാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ നാട്ടിൽ നല്ല ഒന്നാന്തരമായിട്ട് പിടിക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നട്ടു നോക്കുക. അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോസ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ളതായ വളങ്ങളും ഇതിന് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇത് നല്ലതുപോലെ വളർന്നു വരും. രാസവളങ്ങളൊന്നും കൊടുക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. അപ്പം എഗ് അമിനോയും ഫിഷ് അമിനോയും ജൈവ സ്ലറിയും ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് നമ്മൾ കമ്പോസ്റ്റ് ആക്കുന്നതും ഒക്കെ ഉള്ളതായ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ 5 പൈസ ചിലവില്ലാതെ നമുക്ക് വളങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് ജൈവ പച്ചക്കറി കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തെന്ന് പറഞ്ഞാൽ തക്കാളി കൃഷിയാണ്. ഏറ്റവും നല്ലതുപോലെ നമുക്ക് ഒരു പ്രത്യേകിച്ച് മഴക്കാലം അല്ലാത്ത ഏത് സമയത്തും നമുക്ക് തക്കാളി നമ്മുടെ നാട്ടിൽ പിടിക്കും എന്നുള്ളത് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ എല്ലാവർക്കും തക്കാളി നടാവുന്നതാണ്. ഒരു 10 മൂട് തക്കാളി നട്ടാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ, ഒരു 5 എണ്ണം നമുക്ക് ഈൽഡ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം അതിനെ നല്ലതുപോലെ ശ്രദ്ധിക്കുക. നല്ലതുപോലെ കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിനകത്ത് നമ്മൾ തക്കാളി നടുകയെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ നമുക്ക് കേടുപാടുകളൊന്നും ഇല്ലാതെ, ചിലർക്കൊക്കെ തക്കാളിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ വിണ്ട് കീറുന്നതുകൊണ്ട് അതുപോലെ കറുത്ത പാടുകൾ വരുന്നതുകൊണ്ട് പെട്ടെന്ന് വാടിപ്പോകുന്നതുകൊണ്ട് അങ്ങനെയുള്ളതായ കുഴപ്പങ്ങളൊന്നുമില്ലാതെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതിനകത്ത് നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിനകത്ത് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് നേർപ്പിച്ച് നമ്മുടെ തക്കാളിയുടെയൊക്കെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തക്കാളി പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇത് നല്ലതുപോലെ ഒന്ന് എല്ലാവർക്കും പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തെന്ന് പറഞ്ഞാൽ അമരവർഗ്ഗത്തിൽപ്പെട്ട എല്ലാം നമുക്ക് നട്ടുപിടിപ്പിക്കാം. പലതരത്തിലുള്ളതായ ബീൻസുകളൊക്കെ എത്തിയിട്ടുണ്ട്. മുരിങ്ങ ബീൻസ്, അല്ലാത്ത ബീൻസ്, പിന്നെ കുറ്റി അമരകൾ, അതുപോലെ വാളരിപ്പയറുകൾ, ചതുരപ്പയർ, അങ്ങനെയുള്ളതായ എല്ലാ ഇനം പയർ വർഗ്ഗത്തിൽപ്പെട്ട എല്ലാം നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ കാലാവസ്ഥയാണ് ഇപ്പോൾ. ഇപ്പോൾ അത്യാവശ്യം നമുക്ക് മഴയുണ്ട്, വെയിലും ഉണ്ട്. അപ്പം പിന്നെ നമ്മൾ വീട്ടിലുള്ള വളവും കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ സാധനങ്ങളെല്ലാം നമുക്ക് നട്ടുപിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതും ഏതെങ്കിലുമൊക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. വെറൈറ്റികളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ അമരവർഗ്ഗത്തിൽപ്പെട്ട പല ഇനങ്ങളും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ അതുകൂടാതെ നല്ല ഇനത്തിലുള്ളതായ പയറുകൾ, അർക്കമംഗള, അതേപോലെ തന്നെ ലോല പയർ, പിന്നെ സുമന്ത് പയർ, പലതരത്തിലുള്ളതായ കുറ്റിപ്പയറുകൾ, ജ്യോതിക, ഗീതിക, ഇതെല്ലാം നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. നല്ല ഒന്നാന്തരം പയറുകളാണ് ഇതെല്ലാം. അപ്പം ഇതും നമ്മൾ ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പയർ നമ്മുടെ വീട്ടിലുള്ളവർ കഴിക്കുന്നതായ പച്ചക്കറികൾ എന്ന് ഞാൻ പറയുകയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായ പച്ചക്കറികൾ നമ്മൾ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. പയർ വർഗ്ഗത്തിലുള്ളതായ എല്ലാം നട്ടുപിടിപ്പിക്കാൻ പറ്റിയ കാലാവസ്ഥയാണ് ഇപ്പം ഈ ഒക്ടോബർ നവംബർ മാസം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. അടുത്തെന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്ക കൃഷിയാണ്. വെണ്ടയ്ക്കയും നമുക്ക് ഈ കാലാവസ്ഥയിൽ നമുക്ക് നല്ലതുപോലെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം പഴയ വെണ്ടയ്ക്ക ഇപ്പം നമ്മൾ ഓണകാലത്തൊക്കെ നല്ലതുപോലെ വിളവെടുത്തു. അത് ഇപ്പോഴും നമ്മൾ വിളവെടുക്കുന്നതൊക്കെ കാണും. അതൊക്കെ നമ്മൾ അതിൻ്റെ കൊമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ വീണ്ടും അതിനകത്ത് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അത്യാവശ്യം വളങ്ങളൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ആദ്യം കിട്ടുന്ന അത്രയും വലിപ്പം ഇല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ആ ഗ്രോ ബാഗിൽ തന്നെ, ഇപ്പം വെണ്ടയ്ക്ക നട്ട ഗ്രോ ബാഗിൽ തന്നെ അടുത്ത ട്രിപ്പും ഇനി വെണ്ടയ്ക്ക നടാതെ ആ ഗ്രോ ബാഗിനെ തന്നെ നമ്മൾ മാറ്റി വേറെ ഓരോന്ന് നടാനായിട്ട് ശ്രമിക്കുക. പലതരത്തിലുള്ളതായ വെണ്ടയ്ക്കകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പേരുകൾ ഇപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞേക്കാം. ആനക്കൊമ്പൻ വെണ്ടയുണ്ട്, പച്ച ആനക്കൊമ്പനുണ്ട്, പിന്നെ അർക്ക അനാമികയുണ്ട്, ഗ്രീൻ വെണ്ടയുണ്ട്, പിന്നെ മരവെണ്ടയുണ്ട്, കസ്തൂരി വെണ്ടയുണ്ട്, അഞ്ചിത വെണ്ടയുണ്ട്, വർഷയുണ്ട്. ഇങ്ങനെ പല തരത്തിലുള്ളതായ വെണ്ടകളുണ്ട്.
അപ്പം ഏതെങ്കിലുമൊക്കെ ഒന്ന് നട്ടുപിടിപ്പിച്ചാൽ നമ്മുടെ മുറ്റത്തോട്ട് ഇറങ്ങുമ്പോഴും നമുക്കത് കാണാനൊക്കെ ഒരു ഭംഗിയും അവരെയൊക്കെ ഒന്ന് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് അല്ലേ. അപ്പം എല്ലാവരും ഒരു 5 മൂട് വെണ്ടയെങ്കിലും നടാനായിട്ട് ശ്രമിക്കുക. ഇപ്പോഴൊക്കെ നമ്മൾ എന്തെങ്കിലും നട്ടാൽ മാത്രമേ നമുക്ക് ക്രിസ്തുമസിനും നമുക്ക് നല്ലതുപോലെ പച്ചക്കറികളൊക്കെ നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അന്നേരം നട്ട് ഇന്നിപ്പോൾ നമ്മൾ നവംബർ മാസത്തെ കൃഷിയായിട്ട് ഈ നവംബറിൽ തന്നെ നമുക്ക് കൃഷിയൊന്നും വിളവെടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഓരോ മാസവും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരുന്നാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ പറമ്പിലോട്ട് പോകുമ്പോൾ ഒന്ന് കാണാനുള്ള ഒരു സന്തോഷം, പിന്നെ അവരെ തൊട്ട് തലോടുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പോൾ ഓരോ മാസവും നമ്മളിങ്ങനെ ഓരോ 10 പച്ചക്കറികളെങ്കിലും നമ്മളിങ്ങനെ നട്ടുകൊണ്ടേയിരിക്കാം. പിന്നെ ഇങ്ങനെ പടർന്ന് കയറി പോകുന്നതായ മത്തന്, പടവലം, പിന്നെ വെള്ളരി, ഇങ്ങനെയുള്ളതായ പടവലങ്ങ ഇതെല്ലാം നമുക്ക് നടാവുന്നതാണ്. അതും നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. മത്തൻ കൃഷിയൊക്കെ ഞാൻ നേരത്തെ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വളപ്രയോഗങ്ങളും ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും വേണ്ടിയതും നമ്മുടെ വീട്ടിൽ അത്യന്താപേക്ഷിതവുമായ ഒന്നാണ്, ദിവസം ഒരു 5 എണ്ണമെങ്കിലും അത്യാവശ്യമായ ഒന്നാണ് പച്ചമുളക് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഒരു പച്ചമുളകൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പോൾ ഉള്ളതായ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലായി കാണും. എത്രമാത്രം കീടനാശിനികളൊക്കെ തളിച്ചാണ് പച്ചമുളകൊക്കെ നമ്മൾ കടയിൽ വരുന്നതൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുവരുന്ന ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ വാങ്ങുന്ന ഉണക്കമുളകിൽ നിന്ന് കുറച്ച് അരിയെടുത്ത് നമുക്ക് പാകി നമുക്ക് പച്ചമുളക് കൃഷി ഉണ്ടാക്കാം. അതല്ല, വിത്തുകൾ വാങ്ങി നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം കൃഷിഭവനിലൊക്കെ ഇഷ്ടംപോലെ തൈകളൊക്കെ കൊടുക്കുന്നുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. വിത്തുകൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minis-lifestyle.com നിന്ന് വിസിറ്റ് ചെയ്യാൻ ുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ളതായ മുളകുകളും പച്ചക്കറി എല്ലാ വിത്തുകളും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും പച്ചമുളക് കൃഷി എല്ലാവരും ചെയ്തിരിക്കണം കേട്ടോ. ഇപ്പം പലതരത്തിലുള്ളതായ പച്ചമുളക് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ അതിനകത്ത് ക്യാപ്സിക്കം, അത് മുളക് വർഗ്ഗത്തിൽപ്പെടുന്നതാണ് വന്നിട്ടുണ്ട്. കാശ്മീരി മുളകുണ്ട്, പച്ചക്കറി മുളകുണ്ട്, ഗുണ്ടുമുളകുണ്ട്, വൈറ്റ് കാന്താരിയുണ്ട്, റോയൽ ബ്ലാക്ക് മുളകുണ്ട്, ഗ്രീൻ കാന്താരിയുണ്ട്, മാലിമുളകുണ്ട്, മാലിമുളകിൻ്റെ നീണ്ട മുളകുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ളതായ മുളകുകൾ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വിത്തുകളും ഈ വെറൈറ്റി വിത്തുകളെല്ലാം നമ്മുടെ വെബ്സൈറ്റായ minis-lifestyle.com നിന്ന് വാങ്ങിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കൃഷി ചെയ്യാവുന്നതാണ്. അടുത്തെന്ന് പറഞ്ഞാൽ വഴുതന കൃഷിയാണ്. വഴുതന കൃഷിയും നിങ്ങൾക്കറിയാം, പലതരത്തിലുള്ളതായ വിത്തുകളുണ്ട്, പലതരത്തിലുള്ളതായ വഴുതനകളുണ്ട്. എന്താണ്, ഗ്രീൻ വൈറ്റ് വഴുതനയുണ്ട്, വൈറ്റ് വഴുതനയുണ്ട്, വയലറ്റ് ലോങ് ഉണ്ട്, വയലറ്റ് ഉണ്ടയുണ്ട്, സൂര്യയുണ്ട്, ഹരിതയുണ്ട്. ഇങ്ങനെ കുറേ ടൈപ്പ് വഴുതനകളുണ്ട് കേട്ടോ. അപ്പം എല്ലാം നല്ലതാണ്, എല്ലാത്തിനും ടേസ്റ്റാണ്. ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വളരെ നല്ലതാണ് വഴുതനങ്ങ എന്ന് പറയുന്നത്. അപ്പം വഴുതനയും നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്, ഈസിയായിട്ട് കൃഷി ചെയ്യാം. അതുപോലെ വഴുതനയിലാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒന്നാണ് അതിൻ്റെ തണ്ട് തുരപ്പൻ പുഴുക്കളുടെ ആക്രമണം. അങ്ങനെ ഉണ്ടാകുന്നതായ ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിക്കളഞ്ഞാൽ ഈ പുഴുക്കളുടെയൊക്കെ ആക്രമണം നമുക്ക് ഒഴിവാക്കി എടുക്കാനായിട്ട് സാധിക്കും. അത് പെട്ടെന്ന് തന്നെ ശിഖരങ്ങളിങ്ങ് വന്നോളും. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് പുകച്ചു കൊടുക്കുന്നത് നല്ലതാണ്. എല്ലാ പച്ചക്കറികൾക്കും ഒന്ന് പുകച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ പയറിൻ്റെ ചാഴിക്കൊക്കെ നമ്മൾ വൈകുന്നേരത്തെ സമയത്ത് നമ്മുടെ പറമ്പിലൊക്കെ ഒന്ന് നമ്മുടെ വേസ്റ്റുകളൊക്കെ ഇട്ടൊന്ന് കത്തിക്കാന്നുണ്ടെങ്കിൽ അതിൻ്റെ പുകയൊക്കെ കൊണ്ട് ഈ ചാഴികളും അതുപോലെ തന്നെ കീടങ്ങളുമൊക്കെ കുറേയൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ അത്യാവശ്യം വേണ്ടതായ പച്ചക്കറികൾ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും, നട്ടുപിടിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുന്നു കരുതുന്നു, ആരും പുറകോട്ട് പോകാതെ ഇരിക്കുക, എല്ലാവരും സന്തോഷത്തോടെ കൃഷി ചെയ്യുക. എന്നെ കൊണ്ട് എല്ലാം പറ്റുമെന്നുള്ള രീതിയിൽ മാത്രം മുന്നോട്ട് പോവുക. ഞാൻ ചെയ്താൽ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതായ ആ ഒരു നെഗറ്റീവ് ചിന്താഗതി എല്ലാവരും മാറ്റിക്കൊണ്ട് കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കൃഷി വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ കൃഷിയൊക്കെ ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്, വിത്തുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minis-lifestyle.com നിന്ന് വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും. അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓർഡർ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ മെസ്സേജ് ഇട്ടാൽ അതിൻ്റെ റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അല്ലെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.